ഞങ്ങൾക്കായി നീ ഏറ്റൊരു പീഡ, താഴ്ചകളേറ്റം ധന്യം നാഥ. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പരിശുദ്ധ സഭ നമ്മുടെ കർത്താവിൻ്റെ പീഡാനുഭവവാരത്തിലേക്ക് പ്രവേശിക്കുകയാണല്ലോ. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് എടുത്തിരിക്കുന്ന വേദഭാഗം യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 27-ാമത്തെ വാക്യമാണ്. എന്നെ അയച്ചവൻ എന്നോട് കൂടെയുണ്ട്, ഞാൻ എല്ലായ്പ്പോഴും അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് അവൻ എന്നെ ഏകനായി വിട്ടിട്ടില്ല എന്ന് പറഞ്ഞു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വാക്കുകളാണ്. കർത്താവിൻ്റെ ജീവിതത്തിൽ മുഴുവനും പരസ്യശുശ്രൂഷയുടെ കാലയളവിലൊക്കെയും എപ്പോഴും ദൈവത്തിന് പ്രസാദമുള്ളതും ദൈവത്തിൻ്റെ കൽപ്പനയും ദൈവത്തിൻ്റെ പദ്ധതിയും അനുസരിച്ചാണ് യേശുക്രിസ്തു പ്രവർത്തിച്ചതല്ല. അതുകൊണ്ട് തന്നെ ഈ വചനത്തിലൂടെ പറയുകയാണ്, എന്നെ അയച്ചവൻ എന്നോട് കൂടെയുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഏറ്റവും വലിയ ഉറപ്പ് തിരുവചനത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ദൈവം കൂടെയുണ്ട് എന്നുള്ളതായിരുന്നു. ഈ നോമ്പ് കാലയളവിലൂടെ മുന്നോട്ട് പോകുന്നതായ നമുക്കും ആ ദൈവം നമ്മുടെ കൂടെയുണ്ട് എന്ന് ഉറപ്പിക്കാൻ തക്കവണ്ണം ദൈവത്തിന് പ്രസാദമുള്ളത്, ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാൻ നമ്മൾ പരിശീലിക്കേണ്ടിയിരിക്കുന്നു. ഒരിക്കൽ ഒരു കുറുക്കൻ മനോഹരമായിട്ടുള്ള ഒരു മുന്തിരിത്തോട്ടം കണ്ട് മുന്തിരിങ്ങ പറിച്ച് തിന്നാനായിട്ട് ആഗ്രഹിച്ചു. എന്നാൽ ആ മുന്തിരിത്തോട്ടത്തിന് ചുറ്റും ഒരു വലിയ മതിലുണ്ടായിരുന്നു. ആ മതിലിലൂടെ ചാടി അപ്പുറത്ത് കിടക്കുക ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ചുറ്റും നടന്ന് നോക്കുമ്പോഴാണ് മതിലിൻ്റെ അടിയിൽ ഒരു ചെറിയ ദ്വാരമുണ്ടായിരുന്നു. അതിലൂടെ ആ കുറുക്കൻ അപ്പുറത്ത് കിടക്കുകയാണ്. അങ്ങനെ മുന്തിരിത്തോട്ടത്തിൽ ചെന്നു നല്ല മധുരമുള്ള മുന്തിരിങ്ങ പറിച്ച് കഴിച്ച് അങ്ങനെ വയറൊക്കെ വീർത്ത് തടിച്ചു വരികയാണ്. പിന്നീട് തിരിച്ചിറങ്ങാൻ നോക്കുമ്പോൾ അതിന് സാധിക്കുന്നില്ല. കാരണം ശരീരവും വയറും ഒക്കെ ഒത്തിരി വീർത്തിരിക്കുന്നു. പിന്നീട് ഒത്തിരി പരിശ്രമിച്ചെങ്കിലും ആ ശരീരവും വയറും കുറച്ചതിൻ്റെ ശേഷം മാത്രമാണ് ആ മതിൽക്കെട്ടിലിന് ദ്വാരത്തിലൂടെ കടന്ന് പുറത്തു വരാനായിട്ട് കുറുക്കന് സാധിച്ചത്. ഇന്ന് പലപ്പോഴും നമ്മളൊക്കെയും പാപത്തിൻ്റെയും അല്ലെങ്കിൽ മറ്റ് ഈ ലോകത്തിൻ്റെതായ ഭൗതികമായിട്ടുള്ള കെട്ടപ്പാടുകളിൽപ്പെട്ട് നമ്മൾ തടിച്ചു വീർക്കുമ്പോൾ പിന്നീട് അതിൽ നിന്ന് ആ മതിൽക്കെട്ടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തു വരാനായിട്ട് നമ്മൾ അവയെല്ലാം ഉപേക്ഷിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ശ്രീബുദ്ധൻ പറയുന്നത് പോലെ ഈ നോമ്പെന്ന് പറയുന്നത് ആർജിക്കലുകൾ മാത്രമല്ല, വർജിക്കലും കൂടെയാണ്. പലതും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. അപ്രകാരം നമുക്ക് കർത്താവായ യേശുക്രിസ്തു കൽവരി ക്രൂശിൽ തന്നതായ ആ മഹത്തായിട്ടുള്ള സൗഭാഗ്യം നമ്മെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. നമ്മൾ പലപ്പോഴും പല സാധനങ്ങളും പൈസ കൊടുത്ത് വാങ്ങാറുണ്ട്. ആ സാധനത്തിൻ്റെ വില എന്ന് പറയുന്നത് അതിനുവേണ്ടി നമ്മൾ കൊടുത്ത വിലയാണ്. അതുപോലെ തന്നെയാണ് കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി കൽവരി ക്രൂശിൽ മരിച്ചതുകൊണ്ട് നമ്മുടെ വില എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവാണ്. പല ആളുകളും ഇന്ന് ആത്മഹത്യക്ക് വേണ്ടി ശ്രമിക്കുന്നു, നിരാശപ്പെട്ട് ജീവിക്കുന്നു, മദ്യപാനത്തിലൂടെ കടന്നു പോകുന്നു. എന്നാൽ ഇവരൊക്കെയും മനസ്സിലാക്കാത്ത ഒരു കാര്യം, നമ്മളെ വിലയ്ക്ക് വാങ്ങിയവൻ അവനെ തന്നെ കൊടുത്തിട്ടാണ് വാങ്ങിയിരിക്കുന്നത്. നമ്മുടെ വില എന്ന് പറയുന്നത് കർത്താവാണ്. നമ്മുടെ ശരീരം ഒരിക്കലും മദ്യപാനത്തിനോ നമ്മുടെ ശരീരം ഒരിക്കലും ആത്മഹത്യക്കോ ഒന്നും വേണ്ടി വിട്ടുകൊടുക്കേണ്ടതായിട്ടുള്ള ഒന്നല്ല. പൂർണ്ണമായിട്ടും കർത്താവിനെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഈ അനുഗ്രഹീതമായ പീഡാനുഭവവാരത്തിലൂടെ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഷാർജ സെൻറ് മേരീസ് യൂത്ത് അസോസിയേഷന് എല്ലാവിധമായ അനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട് ഈ ചിന്ത അവസാനിപ്പിക്കുകയാണ്. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. We